ഇനി നമ്മൾ അതിഥി വിശേഷത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി ഗായികയായ ശ്രീമതി ദേവി ഗോദവർമ്മയാണ്. നാളെ വുമൻസ് ഡേയിൽ സംഗീത പൂർണിമ എന്ന സംഗീത പരിപാടിക്കായി തയ്യാറെടുക്കുന്നതിനിടെയാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം, ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. താങ്ക് യു അശ്വതി, താങ്ക് യു സോ മച്ച്. അതെ, അപ്പോൾ നമ്മൾ പാട്ട് ഒരുപാട് പാടിക്കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നൊരു പാട്ടിന്റെ ഒരു നല്ല ദിവസമാകട്ടെ എന്ന് കരുതുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് നാളത്തെ പരിപാടിയെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. സംഗീത പൂർണിമ, അതിനെക്കുറിച്ച് പറയും. തീർച്ചയായിട്ടും. നാളെ അശ്വതി പറഞ്ഞ പോലെ വിമൻസ് ഡേ ആണ്. നമുക്ക് നമ്മളെ പോലുള്ള സ്ത്രീകൾക്ക് എത്രയും പ്രത്യേകതയുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഡേ ആണ്. ഒരു പക്ഷേ അതിനൊരു പ്രത്യേകിച്ച് ദിവസമൊന്നും വേണ്ടെങ്കിൽ പോലും നമ്മൾ അത് ആഘോഷിച്ച് പോരുകയാണ്. അപ്പോൾ അതുമായിട്ടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരത്ത് ഞാനൊരു മ്യൂസിക് പ്രോഗ്രാം പെർഫോം ചെയ്യുന്നുണ്ട്. സംഗീത പൂർണിമ എന്നാണ് എൻ്റെ പേര്. അത് നാളെ ട്രിവാൻഡ്രത്ത് കുന്നുകുഴി എന്ന സ്ഥലത്ത് വൈകുന്നേരം 6 മണിക്ക് ആണ് പ്രോഗ്രാം. അതിൻ്റെ ടിക്കറ്റ്സൊക്കെ ബുക്ക് മൈ ഷോ ആപ്പിലുണ്ട്. കൂടുതലും പഴയ സിനിമ പാട്ടുകളും ഗസൽ ടൈപ്പ് സോങ്സുമാണ് എടുത്തിരിക്കുന്നത്. ഹിന്ദി പിന്നെ മലയാളം. കാരണം ആൾക്കാരിപ്പോൾ അത് കുറവാണ് അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുന്നതും. കൂടുതൽ ആൾക്കാർക്ക് അത് ലൈവായിട്ട് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടാതെ എനിക്ക് ഇതിന് സപ്പോർട്ടായിട്ട് ഒരു വിവ എന്ന് പറഞ്ഞൊരു സോഷ്യൽ ഓർഗനൈസേഷൻ, അപ്പം ആ ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നാളെ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും തിരുവനന്തപുരത്തുകാർ ആ പരിപാടി ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഞാനൊരു തിരുവനന്തപുരംകാരി ആയതുകൊണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മൾ വിമൻസ് ഡേ കുറിച്ച് പറയുമ്പോൾ ആക്സിലറേറ്റ് എന്നുള്ളതാണ് ഇത്തവണത്തെ നമ്മുടെ മോട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആക്സിലറേഷന് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് പാടിയ ശേഷം ഈ പാട്ടിലേക്ക് വന്ന വഴിയും ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഓക്കെ, ഇന്നിപ്പോ ബാബുക്കയുടെ ഒരു പാട്ട് ആയിട്ട് തന്നെ തുടങ്ങാം. പഴയ പാട്ടാണ്. ശരി. ഭാവനയമുനതൻ തീരത്തു നീ തീർത്ത കോവിലിൻ നട തുറന്നതാർക്കു വേണ്ടി സങ്കൽപ്പ മണി വീണ സംഗീതം നീന്നു സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. അടിപൊളി, നല്ല തുടക്കം. അപ്പം ദേവി ഗോദവർമ്മ എന്ന പാട്ടുകാരിയെ ഞങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് വന്നത്? ഒപ്പം കരിയർ വൈസ് ബാങ്കിങ് മേഖലയിലാണുള്ളത്. അപ്പം പറയൂ, പാട്ടും ബാങ്കിങ്ങും എല്ലാം കൂടി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? താങ്കളെ കുറിച്ച് പറയൂ. പാട്ടിലോട്ട് വന്നത് എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുമ്പേ റിയാലിറ്റി ഷോ. ആസ് യൂഷ്വൽ ഇപ്പോഴത്തെ എല്ലാ യങ് സിംഗേഴ്സും റിയാലിറ്റി ഷോ വഴി ആയിരിക്കും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ 2 റിയാലിറ്റി ഷോയിൽ പണ്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3rd പ്രൈസും സെമി ഫൈനൽസും ഒക്കെ വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ അപ്പോഴാണ് മനസ്സിലായത് ഓക്കെ പാടും എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് കുറച്ച് പാട്ടും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് നടന്നിരുന്നു. പിന്നെ ബാങ്കിൽ ജോലിയായി. അങ്ങനെ ഇപ്പോൾ ഒരു 11th ഇയർ ആണ് ഇപ്പോൾ ബാങ്കിൽ കയറിയിട്ട്. ഇപ്പോൾ വീണ്ടും തിരിച്ച് സംഗീതം എൻ്റെ കൂടെ കൊണ്ടുപോകാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അതിന് പലരും സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നാളത്തെ പ്രോഗ്രാം. ഈ ബാങ്ക് ജോലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്ന് ബാങ്കിലുള്ള ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം. ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്ന്. അപ്പൊ ആ സ്ട്രെസ്സിനൊരു റിലീഫായിട്ട് സംഗീതം മാറുന്നുണ്ടോ? അതെ, അത് ഉണ്ട്. സ്ട്രെസ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ഓരോന്നിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. സ്ട്രെസ് ഉണ്ട് അതൊരു ഭാഗത്ത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇതുപോലത്തെയൊക്കെ നമ്മൾ ഇപ്പം എന്തെങ്കിലുമായിട്ട് എൻഗേജ്ഡ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ ലൈഫിൽ തന്നെ അതൊരു നല്ല ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കും എന്നാണ് എൻ്റെ അനുഭവത്തിൽ. നാടെവിടെയാണ്?
നാട് ബേസിക്കലി മാവേലിക്കരയാണ്. എൻ്റെ അമ്മ മാവേലിക്കര, അച്ഛൻ ഹരിപ്പാട്. പക്ഷെ ജനിച്ചു വളർന്നതൊക്കെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഓക്കെ. അപ്പം ഈ പാട്ടിന്റെ വഴി തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ആരാണ് അച്ഛനും അമ്മയും? സാധാരണ നമ്മൾ ഈ അച്ഛനും അമ്മയ്ക്കും ഉള്ള ഏറ്റവും വലിയ ടാസ്ക് ആണല്ലോ കുഞ്ഞിന് എന്താണ് ഉള്ളത്, എക്സ്ട്രാ കരിക്കുലർ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അത് എപ്പോഴാണ് കണ്ടെത്തിയത്? എപ്പോ പഠിച്ചു തുടങ്ങി? പഠിച്ചു തുടങ്ങിയത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് തന്നെ ഉള്ളൂ. പാട്ട് പാടുന്ന വലിയ സ്വന്തമായിട്ട് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കോളേജിന്റെ സമയത്താണ് ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയും പിന്നീട് ഏത് കോളേജിലായിരുന്നു പഠിച്ചത്? ഞാൻ ട്രിവാൻഡ്രത്തെ കഴക്കൂട്ടത്ത് മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. ബിടെക് ആയിരുന്നു. അതിനുശേഷം പിന്നെ പാട്ട് കർണാട്ടിക് ശ്രീ NP രാമസ്വാമി സാർ കൊച്ചിയിലുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ കുറച്ച് നാള് അഭ്യസിക്കുകയുണ്ടായി. പിന്നെ ഉസ്താദ് ഫയസ് ഖാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ഹിന്ദുസ്ഥാനിയും പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൊച്ചിയിലായിരുന്നു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇഷ്ടം പാടാൻ ഏത് ടൈപ്പ് പാട്ടാണ്? ഇപ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ള പാട്ടാണോ, അല്ലെങ്കിൽ ഫാസ്റ്റ് നമ്പേഴ്സ് പാടാറുണ്ട്? ഒരുപാട് വേദികൾ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇഷ്ടം എന്താണ്? പേഴ്സണൽ ഇഷ്ടം എന്താണ്? പേഴ്സണൽ ഇഷ്ടം എപ്പോഴും മെലഡി തന്നെയാണ്. എന്റെ ശബ്ദത്തിന് ചേരുന്നതും എനിക്ക് തോന്നുന്നു. അല്ല, വേഴ്സറ്റാലിറ്റി വേണം, ഇല്ലാന്നല്ല. പക്ഷേ കൂടുതലും നമുക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ള പാട്ടുകൾ പാടുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പം കൂടുതലും പാട്ട് മെലഡി പാടാൻ തന്നെയാണ് ഇഷ്ടം. പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ഒരു പാട്ടുകൂടെ പാടിയല്ലോ. ഓ ആയിക്കോട്ടെ. ഒരു ലതാജിയുടെ ഒരു ഹിന്ദി പാട്ടാവാം. ദിൽ ഹൂ കരേ ഘബരാए घन धम धम करे गर जाए एक बूंद कभी पानी की मोरे अखियों से बरसाए दिल हूँ करे സിനിമയിലും പാടി അല്ലെ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? സിനിമയില് ഒരു ദേശവിശേഷം എന്ന ഒരു സിനിമയില് ജയറാമേട്ടനും ഒക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. അതിൽ ഉണ്ണി നമ്പ്യാർ എന്ന ഉണ്ണിയേട്ടന്റെ മ്യൂസിക്കിലാണ് ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ആണ്. അന്ന് ഞാൻ ചോദിക്കുന്ന എല്ലാവർക്കും ഈ റിയാലിറ്റി ഷോ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ വേഴ്സറ്റൈൽ ആയിരിക്കണം അല്ലെ? വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമായിരുന്നല്ലോ. അതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന സിംഗേഴ്സ് ഒക്കെ വളരെ അച്ചടക്കത്തോടെ വേദിയിൽ നിന്ന് പാടിക്കൊണ്ടിരുന്നെങ്കിൽ ഈ റിയാലിറ്റി ഷോ വന്നപ്പോൾ അവിടെ ഗ്രൂമേഴ്സ് ഉണ്ടായി. അങ്ങനെ പോരാ, എല്ലാ തരത്തിലും പാടണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് എത്രത്തോളം സഹായിച്ചു? റിയാലിറ്റി ഷോ മുന്നോട്ടുള്ള പോക്കിനെ എത്രത്തോളം സഹായിച്ചു? അത് തീർച്ചയായിട്ടും സഹായിക്കുക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, നമ്മൾ തന്നെ ഒരു ഓഡിയൻസിന്റെ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ആ സിംഗറിന്ന് ഫുൾ എല്ലാ തരത്തിലുള്ള പാട്ടുകൾ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. മാത്രമല്ല ആ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം, നല്ല ആറ്റിറ്റ്യൂഡോടുകൂടി പാടണം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് എന്തുകൊണ്ടും റിയാലിറ്റി ഷോ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരു ബേസിക് നേച്ചർ എനിക്ക് തോന്നുന്നു ദേവിയുടെ ഒരു വളരെ പതിഞ്ഞ ഒരു നേച്ചർ ആണെന്ന് തോന്നുന്നു സംസാരിക്കും അല്ലേ? അത് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കുറച്ച് മാറി വരാൻ കുറച്ച് പാട് കേട്ടിരുന്നോ? കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗുമ്മുള്ള പാട്ട് പാടും അല്ലെങ്കിൽ ഡാൻസ് ചെയ്ത് പാടണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, ബേസിക് നേച്ചറിൽ നിന്ന് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും പ്രൊഫഷണൽ ആവുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടി വരുമല്ലോ. അങ്ങനെ വരുത്തുന്നേ ഉള്ളൂ. വേദികൾ എവിടെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? അതിലിപ്പോ കർണാട്ടിക് മ്യൂസിക് ആണോ വേദികളിൽ പാടുക? മീൻസ് അങ്ങനെ കച്ചേരി വൈസ് എങ്ങനെ ചെയ്യാറ്? കച്ചേരി വൈസ് അല്ല, കൂടുതലും ഫിൽമി സോങ്സ് തന്നെയാണ് പാടിയിട്ടുള്ളത്. ഇപ്പൊ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണെങ്കിലും പിന്നെ പല കോളേജുകളിലാണെങ്കിലും ഒക്കെ പാടിയിട്ടുണ്ട്. കാർത്തിക് എന്ന് പറഞ്ഞ സിംഗറിന്റെ കൂടെ ഒക്കെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റേജസ് ഒക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ വേദിയിൽ പാടുമ്പോൾ നമുക്ക് അന്നേരം തന്നെ അവരുടെ റെസ്പോൺസ് കിട്ടുകയാണല്ലോ. നമ്മളൊരു റെക്കോർഡ് ചെയ്ത് അത് അവിടെ പോയി പിന്നെ പ്രേക്ഷകരെ ഏറ്റെടുത്ത് അത് അറിയണ്ട, നേരിട്ട് നമുക്ക് കിട്ടും. എന്താണ് അല്ലെ? അതിപ്പോ കയ്യടി ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അന്നേരം തന്നെ കിട്ടും. അതെ. അപ്പൊ വേദി ഓർക്കുന്നത് ഏറ്റവും സന്തോഷം തോന്നി അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വേദി എവിടെയായിരുന്നു ദേവിയുടെ? എനിക്ക് തീർച്ചയായിട്ടും അതെ, ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തില് ട്രിവാൻഡ്രത്ത് പാടുമ്പോൾ ഒന്നാമത് ഞാൻ പഠിച്ചു വളർന്ന സ്ഥലം, കൂടാതെ ഇത്രയും ഓഡിയൻസിനെ ഒരുമിച്ച് കാണുന്നതും ആദ്യമായിട്ടായിരുന്നു അന്ന്. അപ്പോൾ ആ സമയത്ത് അത് വലിയൊരു അച്ചീവ്മെന്റ്. അന്ന്
കജ്രാ മൊഹബത്ത് വാല അങ്ങനെ എന്തോ അടിപൊളി പാട്ടായിരുന്നു. അതെ 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 സ്പീഡുള്ള പാട്ട് തന്നെയായിരുന്നു. സ്പീഡ് പാട്ടായിരുന്നു പാടിയത്. അപ്പൊ നമുക്കിനി ഒരു സ്പീഡ് പാട്ട് പാടാൻ പറ്റുമോ? സ്പീഡ് പാട്ട് മെലഡി പാടുന്നില്ല. ഇഷ്ടമായതുകൊണ്ടല്ലേ അതെ, അതെ, ഞാൻ അതാണ് സെലക്ട് ചെയ്യുന്നത്. എന്നാലും നമുക്ക് പാടാം. അടുത്തൊരു പാട്ട് നോക്കാം. സ്പീഡല്ല, ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ജാനകി അമ്മ പാടിയൊരു പാട്ടാണ്. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശം നക്ഷത്രപ്പൂക്കൾ തൻ തേരോട്ടം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. കവർ സോങ്സും ഡിവോഷണൽ സോങ്സും ഒക്കെ നമ്മൾ ഈ ഡിവോഷണൽ സോങ്സ് ഒരു കാലത്ത് നമ്മളെയൊക്കെ കുറേ നൊസ്റ്റാൾജിയയിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ ഡിവോഷണൽ സോങ്സ് പാടുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? എത്രത്തോളം പാട്ടുകൾ പാടാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒപ്പം ഈ സംഗീത സംവിധായകരെ കുറിച്ച് കൂടി. ഡിവോഷണൽ സോങ്സ് ഇതായിട്ട് റെക്കോർഡിങ്സിൽ ഇഷ്ടംപോലെ ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴായാലും നമുക്ക് പഴയ ഗുരുവായൂരപ്പൻ്റെ ഇപ്പം ജയചന്ദ്രൻ സാറ് പാടിയതാണെങ്കിലും ദാസേട്ടൻ പാടി ആണെങ്കിൽ ഒരു നേരമെങ്കിലും ഒക്കെ ആ ടൈപ്പ് സോങ്സ് ആണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഉള്ളത് യൂട്യൂബിൽ പാടിയിടുമ്പം ഭയങ്കര റെസ്പോൺസ് ആണ്. ആൾക്കാർക്ക് അതുപോലത്തെ പാട്ടുകളാണ് ഇനിയും വേണ്ടത്. നമ്മൾ വിചാരിക്കും ആൾക്കാർ മാറിയിട്ടുണ്ട്, അവർക്ക് ട്രെൻഡ് മാറി, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ഞാൻ ദേവിയോട് ചോദിക്കാൻ വരായിരുന്നു, അതായത് നമ്മളൊക്കെ ഈ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ്. അതായത് ഈ റിയാലിറ്റി ഷോ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഈ ട്രെൻഡിലേക്കൊക്കെ വരുന്നതിന് ആ സമയം വന്നതേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ വരുന്നതേ ഉള്ളായിരുന്നു. ഇന്റർനെറ്റിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഈ നമ്മുടെ കവർ സോങ്ങിന്റെ സ്വന്തമായിട്ട് മറ്റേ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേജ് ഉണ്ടാക്കി നമ്മൾ തന്നെ പാടിയിടുന്നു, അതിനുള്ള അഭിപ്രായങ്ങൾ ഇടുന്നു, അതിനുള്ള അവസരങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള ഏറ്റവും ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ പറയുന്ന കുട്ടികൾക്ക് അതിന്റെ വലിയ അവസരമുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് ദേവി ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പൊ അതിനെങ്ങനെയാ കാണുന്നത്? ഇപ്പൊ ഈ കവർ സോങ്സ് പാടിയിടുമ്പോ കിട്ടുന്ന ആ റെസ്പോൺസ്, ഒപ്പം നമുക്ക് അതിനുള്ളൊരു സ്പേസ് അത് നേരത്തെ ഇല്ലായിരുന്നല്ലോ, അല്ലെ? ഒരു വേദി തന്നെ വേണമായിരുന്നല്ലോ. ഇതിപ്പോ കവർ സോങ് ചെയ്യാൻ നമുക്കൊരു വേദി, നമുക്കൊരു സ്ഥലമുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും. യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചാൻസുകൾ തരുന്നുണ്ട്. അത് അതിനനുസരിച്ച് ആൾക്കാരുടെ റെസ്പോൺസും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പം പുതിയത്തെ തലമുറയിലത്തെ കുട്ടികൾ ഇതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയേ തീരുള്ളൂ. നമുക്ക് വേണമെന്നാണെങ്കിൽ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവുക, അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുക, അത് തന്നെ ചെയ്യാനുള്ളൂ. ചെയ്യാറുണ്ടോ അങ്ങനെ? സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആക്റ്റീവാണ് ഈയിടെയായിട്ട്. എന്തായാലും അതുപോലത്തെ ചെയ്യുമ്പോൾ നമുക്കും ഒരു തൃപ്തി കിട്ടുന്നുണ്ട്. ആ രസമുണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ കൂടെ. അവരുടെ ചോദിക്കില്ല ഇന്ന പാട്ട് വേണം, മറ്റേ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇന്ന പാട്ട് ഒന്നുകൂടി ഒന്ന് പാടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലെ? പണ്ട് നമ്മൾ പേപ്പറിലൊക്കെ എഴുതി സ്റ്റേജിൽ എത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്, റിക്വസ്റ്റ്. ഇപ്പൊ ഒരൊറ്റ മെസ്സേജ് മതിയല്ലോ, ഈ പാട്ടിന്റെ കവർ ഒന്ന് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. റിക്വസ്റ്റുകൾ ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കഴിയുന്നതും അതിനനുസരിച്ച് റെസ്പോൺസും കൊടുക്കാറുണ്ട്. ഈ കവർ പാടിയതിൽ ഏറ്റവും ആളുകളിൽ നിന്ന് കിട്ടിയ നല്ല റെസ്പോൺസ് കിട്ടിയത് ഏത് സോങ്ങിനായിരുന്നു? ഞാൻ റീസെന്റ് ഇളയരാജ സാറിന്റെ ഇളങ്കാത്ത് വീസിതെ ശ്രേയ ഘോഷൽ പാടിയ അത് റീസെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. പറഞ്ഞപ്പോ എനിക്ക് കേൾക്കാൻ തോന്നുന്നു. രണ്ടുപേരും പാടാം. പിന്നി പിന്നി ചിന്ന ഇഴയോരം
நெஞ்சையள்ளும் வண்ணத்துணி போல உனக்கொன்னு தாய நெஞ்சு இருக்கு, உறவு எல்லாம் மஞ்சு இருக்கு, அள்ளி அள்ளி தந்த உறவாடும் அந்த மடி இந்த நலம் போல சிலருக்கு தான் மனசு இருக்கு, உறவு எல்லாம் மஞ்சு இருக்கு. ഓക്കെ, ഞാനിത് ഒരുപാട് പാട്ട് പാടിക്കുന്ന നാളത്തെ പ്രോഗ്രാമിനൊന്നും ബാധിക്കില്ലല്ലോ അല്ലെ? നാളെ പ്രോഗ്രാമിന് വേണ്ടി സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ കൊണ്ടൊന്ന് ഇത്രയും പാട്ട് പാടിക്കുന്നു എന്ന് ചോദ്യമൊക്കെ വരുവിനി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എന്തൊക്കെയാ പ്രിപ്പറേഷൻസ് ഒരു പ്രോഗ്രാമിന് തയ്യാറെടുക്കുമ്പോൾ? പ്രിപ്പറേഷൻസ് നാളെ ഒന്നാമതേ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാടേണ്ട ഒരു ഇതാണ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ കൂടുതലും ഈ കോവിഡിനൊക്കെ ശേഷം സിംഗേഴ്സിനൊക്കെ പലപ്പോഴും ത്രോട്ടിന്റെ ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. കൂടുതൽ കെയർ എടുക്കുക അത് തന്നെയാണ്. ഈ ഭക്ഷണക്രമത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? ആദ്യം ഈ പ്രോഗ്രാമായിട്ട് അടുക്കുമ്പോഴത്തേക്കും തണുത്തത് ഒഴിവാക്കുന്നു. പിന്നെ എ സിയില്, പിന്നെ വർക്കിന്റെ ഇതിൽ നമുക്ക് എ സിയിൽ ഇരുന്നേ പറ്റുള്ളൂ, അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓയിലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുറയ്ക്കുന്നു. അങ്ങനെ മനസ്സ് കല്ലാക്കി പോണല്ലേ പലപ്പോഴും. അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിലും വീട്ടിലുള്ളവരെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് കൂടി ഒന്ന് പറയും, വിട്ടുപോയി പെട്ടെന്ന്. അമ്മ അച്ഛൻ ഇവിടെ ട്രിവാൻഡ്രത്താണ്. എൻ്റെ ഹസ്ബൻഡ് വിവേക് കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. എനിക്ക് 2 കുട്ടികളാണ്. മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ UKG പഠിക്കുന്നു. രണ്ടുപേരും പാടുവോ? അങ്ങനെയാണ്? രണ്ടുപേരും പാടും. ഹസ്ബൻഡും പാടും. ഓ ശരി. അപ്പൊ പഠിപ്പിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ ഇപ്പോഴേ? മോളെ പഠിപ്പിക്കുന്നുണ്ട്. മോൻ ചെറുതാണ്, മോന് UKG ആയിട്ടേ ഉള്ളൂ. തുടങ്ങിയോ? സ്വരമൊക്കെ പാടി തുടങ്ങിയോ? പാടുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്, പാടുന്നുണ്ട്. എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്? എങ്ങനെയാണ് ഫാമിലി? ഫാമിലിയില് വളരെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ജോലിയുടെ കൂടെ ഇത് ഇങ്ങനെ കൊണ്ടുപോകണം എന്നാണെങ്കിൽ നമുക്ക് അതുപോലത്തെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അതെ. ഈ തെറാപ്പി ആയിട്ടൊക്കെ സംഗീതം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു, ഞാൻ അതിന്റെ എപ്പോഴും ആലോചിക്കാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഈ സ്ട്രെസ് റിലീഫ്, ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, ബാങ്കിങ് മേഖലയിൽ ഉണ്ടാകുന്ന, ബാങ്കിങ് മേഖലയിൽ എന്നല്ല എല്ലാ മേഖലയിലും സ്ട്രെസ് ഉണ്ട്, പക്ഷെ കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും. എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ സ്ട്രെസ് തോന്നുമ്പോൾ ഒരു പാട്ട് പാടി അതങ്ങ് തീർക്കാറുണ്ടോ? അതെ, ഞാൻ ഒരു ദിവസം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു പാട്ട് പാടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിന്റെ കമന്റ്സ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേതിന്റെ സ്ട്രെസ് അങ്ങ് മാറി കിട്ടും. ഈ പാട്ട് പഠനം അവസാനിക്കില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പോഴും? അതെ, ഇപ്പൊ ഞാൻ കർണാടക മംഗലാപുരത്താണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ പുതിയൊരു ടീച്ചറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഉമാ ഹെഗ്ഡെ. അവിടെയും ഇപ്പൊ ഹിന്ദുസ്ഥാനി ഇപ്പൊ വീണ്ടും പഠിക്കാൻ ചേരുന്നുണ്ട്. അത് ഇതൊരു പ്രോസസ്സാണല്ലോ, നിൽക്കുന്ന ഒരു പരിപാടിയല്ല, അപ്പം പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്താണ് വിമൻസ് ഡേക്ക് ഈ പ്രോഗ്രാം അല്ലാതെ എന്താണ് പരിപാടി? എന്തെങ്കിലുമൊക്കെ സാധാരണ വിമൻസ് ഡേ എങ്ങനെയാണ്? വിമൻസ് ഡേ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റ് വിചാരിച്ചിട്ടില്ല. എല്ലാ ദിവസവും വിമൻസും മെൻസും ഡേ തന്നെയാണ്. അതെ, പ്രത്യേക ഒരു ദിവസം അതിനായിട്ടില്ല. എന്നാലും സ്പെഷ്യലാണ്. നമുക്കൊരു ദിവസം കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. ബാങ്കിലാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടുക, പിന്നെ ഫോട്ടോ എടുക്കുക, റീൽസ് എടുക്കുക, ഇതൊക്കെ തന്നെ. അങ്ങനെ ഒരു ആഘോഷം. അപ്പൊ നാളെ മിസ് ചെയ്യും? അത് നാളെ മിസ് ചെയ്യും, ഞാൻ അവിടെ ഇല്ല. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. നമുക്ക് ഒരു പാട്ടുകൂടെ പാടി അവസാനിപ്പിക്കാം. ഷുവർ. ഒരു ഹിന്ദി പാട്ടാണ്. ശരി. മാഗരി സസനി പാപ മാരേഗ സനി സഗ പമപ നിത് സാഞ്ച സവേരെ മിലത്തെ हैं आ आ नित सांझ सवेरे मिलते हैं, उन्हें देख के तारे खिलते हैं, नित सांझ सवेरे मिलते हैं, उन्हें देख के तारे खिलते हैं, लेते ही विदा एक दूजे से कहते हैं चले आना, जब दीप जले आना.
जब शाम ढले आना. ഓക്കെ, താങ്ക് യു ദേവി, താങ്ക് യു സോ മച്ച്. കാരണം ഞങ്ങളുടെ വിമൻസ് ഡേ പ്രോഗ്രാമിന്റെ ഒരു കർട്ടൻ റൈസർ എന്ന പോലെ ഞങ്ങൾ ഇതിനെ എടുക്കുകയാണ്. വളരെ പോസിറ്റീവായി നല്ല പാട്ടുകൾ കേട്ടപ്പോൾ നാളത്തെ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും, ഒപ്പം മുന്നോട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്.